ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളിന്ന് വീട്ടിലെല്ലാവരും കൂടി ഒരു ഔട്ടിങ്ങാണ്. ഞങ്ങൾ ആദ്യം പോയത് ചെങ്കൽ ക്ഷേത്രത്തിലേക്കാണ്. ചെങ്കൽ ശിവക്ഷേത്രം നമ്മുടെ ടോളസ്റ്റ് ശിവലിംഗത്തിൻ്റെ സ്റ്റാച്ചു ഉള്ള അമ്പലമാണ്. ട്രിവാൻഡ്രത്ത് നെയ്യാറ്റിൻകരയ്ക്ക് അടുത്താണ് ഈ അമ്പലം. ഒരു നല്ല അടിപൊളി സ്ഥലമാണ്, എല്ലാവരും പോകണമെന്ന് പറയുന്നൊരു സ്ഥലമാണ്. ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്. ഞങ്ങൾ പിക്ചേഴ്സൊക്കെ കണ്ടിട്ടുണ്ട്, കുറേ കേട്ടിട്ടുണ്ടെങ്കിലും ഞങ്ങളെല്ലാവരും ഫസ്റ്റ് ടൈമായിരുന്നു അവിടെ പോകുന്നത്. ദൂരേന്ന് ചെന്നപ്പോഴേ ഞങ്ങൾ ആദ്യം കണ്ടത് ആ സ്റ്റാച്ചു ആണ്, ശിവലിംഗത്തിൻ്റെ. ദൂരേന്നും അടുത്തുനിന്നും ഒക്കെ നോക്കുമ്പോൾ നല്ല അടിപൊളി രസമാണ്. അടുത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്തത്തില്ല, അങ്ങ് ദൂരെ ഒത്തിരി ഹൈറ്റിലാണ്. നല്ല അടിപൊളി രസമാണ് കേട്ടോ. അമ്പലം ഫുള്ള് കാണാൻ ഭയങ്കര ആംബിയൻസ് ആണ്, അകത്താണെങ്കിലും പുറത്താണെങ്കിലും. അതിനടുത്ത് നിന്ന് പിക്ചേഴ്സ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ ഒരു അടിപൊളി എന്താ പറയുക, ഭയങ്കര ആംബിയൻസ് ആണ് അമ്പലം. ഞങ്ങളവിടെ എത്തുമ്പോൾ നല്ല വെയിലായിരുന്നു, കാലൊക്കെ ഭയങ്കര ചൂടായിരുന്നു. ഞങ്ങൾക്ക് അവിടെ കൂടെ നടക്കാനൊന്നും വയ്യായിരുന്നു, ഭയങ്കര ചൂടായിരുന്നു. നമുക്ക് ആദ്യം അവിടെ ചെന്ന് അതിൻ്റെ ഫ്രണ്ടിലെ നടയൊക്കെ കാണുമ്പോൾ നമുക്ക് ഗുരുവായൂർ അമ്പലം പോലെ തോന്നും കേട്ടോ. ഗുരുവായൂർ അമ്പലത്തിൻ്റെ ആ ഫ്രണ്ട് പോർഷൻ അതുപോലെ തോന്നും, മെയിൻ ഫ്രണ്ട് നടയിലൊക്കെ കാണാൻ വേണ്ടി. പിന്നെ ഞങ്ങൾ അവിടെ തൊഴുത് പിക്ചേഴ്സൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ പോയത് കന്യാകുമാരിയിലേക്കാണ്. അപ്പോൾ നമുക്ക് കന്യാകുമാരി, വിവേകാനന്ദപ്പാറ, പിന്നെ അവിടുത്തെ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് അതൊക്കെ കണ്ടിട്ട് വരാം. ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ പോകുന്നത്. ഞങ്ങളവിടെ എത്താറായപ്പോഴേക്കും മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരു 5-10 മിനിറ്റ് ആ മഴ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോഴേക്കും മാറി. പക്ഷെ നമ്മുടെ വീടിനവിടെയൊക്കെ നല്ല മഴയായിരുന്നു ആ സമയത്ത്. ഈ അമ്പാടി എത്തി വലിഞ്ഞ് നോക്കുന്നത് ഈ JCB ആട്ടോ. അവന് JCB എന്ന് പറഞ്ഞാൽ അവൻ എത്ര ഉറക്കമാണെങ്കിലും അവൻ കേൾക്കുന്നുണ്ടെങ്കിൽ അവൻ ഞെട്ടി ഉണർന്ന് നോക്കും. അവന് ഭയങ്കര ഇഷ്ടമാണ് JCB. അങ്ങനെ അപ്പോൾ വെയിറ്റ് ചെയ്തിരുന്നാണ് അവന് JCB മേടിച്ചു കൊടുത്തത്. കുറേ നാളായിട്ട് അപ്പോൾ പറയുന്നുണ്ടായിരുന്നു അവന് JCB വാങ്ങണമെന്ന്. അങ്ങനെ അവൻ്റെ വച്ചൂത്തി മേടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ആദ്യം ഇറങ്ങിയത് ബീച്ചിലോട്ടാണ്. അവിടെ എത്തിയപ്പോഴേക്കും കുറേ ഫോട്ടോസും ക്യാമറസൊക്കെ കൊണ്ട് ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. ഫോട്ടോ ഒക്കെ എടുത്തു തരാൻ വേണ്ടിയിട്ട് ക്യാമറക്കാരന്മാരൊക്കെ വരുന്നുണ്ടായിരുന്നു. അവൻ്റെ കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങളുടെ കൂടെ ഞങ്ങൾ ഫോണിലൊക്കെ ഫോട്ടോ എടുത്ത് പിന്നെ ബീച്ചിലോട്ടൊക്കെ ഇറങ്ങി. കൊച്ചിനെ ആദ്യമായിട്ടാണ് തോന്നുന്നു ബീച്ചിൽ ഇറക്കുന്നത്. അവനെ ഇതുവരെ കൊണ്ടുപോയിട്ടില്ലെന്ന് തോന്നുന്നു. എൻ്റെ കൂടെ അവൻ ആദ്യമായിട്ടാണ് വരുന്നത്. അത് കഴിഞ്ഞ് ഞാനും അവനും ചേച്ചിയും അച്ഛനും മാത്രമേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ, വേറെ ആരും കടലിലേക്ക് ഇറങ്ങിയില്ല. പിന്നെ ഞങ്ങൾ ബീച്ചൊക്കെ കുറച്ച് എക്സ്പ്ലോർ ചെയ്ത് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയപ്പോഴേക്കും ഒരു 2-2:45 സമയമായി. ഞങ്ങളിവിടെയാണ് ഫുഡ് കഴിക്കാൻ വന്നത്. ഒരു നോർമൽ മീൽസ്, തമിഴ്നാടോ കേരള സ്റ്റൈലോ എന്തോ ഒരു നോർമൽ മീൽസ്, തൈരും മോര് സാമ്പാറൊക്കെ ആയിട്ട് നോർമൽ മീൽസായിരുന്നു. കുഴപ്പമില്ലായിരുന്നു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു വെജ് മീൽസാണ് കഴിച്ചത്. പക്ഷേ ഒരു മീൽസിന് അവർ ചാർജ് ചെയ്ത് 250 റുപ്പീസ് ആട്ടോ. പിന്നെ ഞങ്ങളത് കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് ബോട്ടിങ്ങിനാണ്. ബോട്ടിങ്ങിലൊക്കെ ക്യൂ നിന്ന് ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ബോട്ടിങ്ങിന് കയറിയെങ്കിൽ പ്രാവശ്യം എത്തിയിട്ട് നമുക്കവിടെ അമ്പലത്തിലൊക്കെ കയറി കഴിഞ്ഞ് പിന്നെ സൂര്യാസ്തമയ സമയത്തൊക്കെ നമുക്ക് തിരിച്ചെത്താൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ ബോട്ടിങ്ങിൽ കയറി. അവനാണെങ്കിൽ ഭയങ്കര പേടിയായിരുന്നു, കാരണം പെട്ടെന്ന് ഇങ്ങനെ കടലും കണ്ട് അതിൻ്റെ ആ ഒരു ബോട്ടിലൊരു കുലുക്കമൊക്കെ കണ്ടപ്പോൾ അവൻ നല്ല പേടിച്ചിട്ടുണ്ടായിരുന്നു. അവൻ കുറച്ച് കരഞ്ഞു തുടങ്ങി. അങ്ങോട്ട് പോയപ്പോൾ ഭയങ്കര ഡിസ്കംഫർട്ടായിരുന്നു അവന്. പക്ഷെ തിരിച്ചു വന്നപ്പോൾ അവൻ വളരെ ഹാപ്പി ആയിരുന്നു കേട്ടോ. ആ ബോട്ട് ഓടിക്കുന്ന അങ്ങേർക്ക് ടാറ്റയൊക്കെ കൊടുത്ത് ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് അവൻ ഇറങ്ങി വന്നത്. ഞങ്ങൾ ഫ്രണ്ട് സീറ്റിലാണ് തിരിച്ചു വന്നപ്പോൾ ഇരുന്നത്. അങ്ങനെ ഭയങ്കര കമ്പനിയായിരുന്നു. അങ്ങോട്ട് പോയപ്പോൾ ഉള്ളൊരു അൺകംഫർട്ട് തിരിച്ചു വന്നപ്പോൾ ഇല്ലായിരുന്നു. വളരെ ഹാപ്പി ആയിരുന്നു, കാരണം അവിടെ ചെന്ന് ഓടി മറിഞ്ഞിട്ടൊക്കെയാണ് വന്നത്. പക്ഷെ നല്ല രസമായിരുന്നു ബോട്ടിങ്. പിന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ബോട്ടിൽ നിന്ന് എന്നെയൊക്കെ പിടിച്ചാട്ടോ ഇറക്കിയത്, കാരണം അതിങ്ങനെ ഒരു ആട്ടം ഉണ്ടല്ലോ, അതിനെ കറക്റ്റായിട്ടൊരു സ്ഥലത്ത് നിൽക്കുന്നില്ല. അപ്പോൾ കുറച്ച് പേടിയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ അമ്പലത്തിലേക്ക് കയറാൻ വേണ്ടി പോയി. ആദ്യം നമ്മൾ കയറിയത് ശ്രീപാദ മണ്ഡപം ആ സംഭവത്തിലോട്ടായിരുന്നു. നമ്മുടെ കന്യാകുമാരി ദേവിയുടെ പാദം ആയിരുന്നു അവിടുത്തെ ഇത്. അപ്പോൾ അതിലോട്ടാണ് ഞങ്ങൾ ആദ്യം കയറിയത്. അവൻ പിന്നെ അവിടെ എത്തിയിട്ട് നിൽക്കുന്നേ ഉണ്ടായിരുന്നില്ല, ഓട്ടമായിരുന്നു. ഞങ്ങളുടെയൊക്കെ കാലാണെങ്കിൽ ഭയങ്കര ചൂടാണ്, അതിൻ്റെ കൂടെ ഇവന് ഈ ചൂടൊന്നും അറിയുന്നില്ല, ഓട്ടമായിരുന്നു. കാരണം നമ്മൾ ചെരുപ്പ് താഴെ ഊരിയിട്ടിട്ട് പിന്നെ മണ്ടയ്ക്ക് പോകുമ്പോൾ അവിടെ ഇത് ഫുൾ വിവേകാനന്ദ പാറയ്ക്ക് അറിയാമല്ലോ, നല്ല ചൂടും വെയിലുമായിരുന്നു. പിന്നെ ഞങ്ങൾ ആ അമ്പലം ശ്രീപാദ മണ്ഡപത്തിൽ കയറി തൊഴുത് വന്ന് ഇറങ്ങി തളർന്നിരിക്കുകയാണ്. വേറെ ഒന്നുമല്ല, അച്ഛനും അമ്മയും കാണാനില്ല. അവർ രണ്ടുപേരും എവിടോട്ടോ പോയി. അവർ അമ്പലങ്ങളിലൊക്കെ കയറിയിട്ട് പിന്നെ അടുത്ത് ഗ്ലാസ് ബ്രിഡ്ജൊക്കെ കഴിഞ്ഞ് തിരുവള്ളൂർ സ്റ്റാച്ചു അതിൽ കാണാൻ പോയി. ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, അവരിപ്പോൾ വരും. അവർ പക്ഷേ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും ചേട്ടനൂടെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ കയറി. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. ഒരു അടിപൊളിയായിരുന്നു കേട്ടോ. പക്ഷേ എത്ര ഗട്ട്സ് കാണിച്ചാലും കയറിയപ്പോൾ എനിക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. അത് അടിയിലോട്ട് നോക്കുമ്പോൾ ഈ വെള്ളം ഇങ്ങനെ വന്നടിക്കുന്നു, തിരയടിക്കുന്നു, പാറ കാണുന്നത് ഭയങ്കര പേടിയായിരുന്നു. ഞാനും ചേട്ടനും ആണ് പിന്നെ ഞങ്ങൾ അമ്പലം തിരുവള്ളൂർ സ്റ്റാച്യുവിനകത്ത് പോയത്. ചേച്ചി വന്നില്ല, ചേച്ചിക്ക് ഗ്ലാസ് ബ്രിഡ്ജും കുറച്ച് പേടിയായിരുന്നു. അച്ഛനും അമ്മയും നേരത്തെ പോയി വന്നു, അതുകൊണ്ട് പിന്നെ അവരും വന്നില്ല. ഞാനും ചേട്ടനൂടെ ഇതൊക്കെ ഇങ്ങനെ നടന്ന്
നമ്മുടെ അമ്പലം തിരുവള്ളൂർ സ്റ്റാച്ചു അതിനകത്തൂടെ കയറി കുറച്ച് സ്റ്റെപ്പൊക്കെ കയറി മണ്ടയ്ക്ക് എത്തി. പക്ഷേ എക്സ്പീരിയൻസ് ചെയ്യണ്ടായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. ഗ്ലാസ് ബ്രിഡ്ജ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും അപ്പുറമെത്തി. ആ സ്റ്റാച്ചുവിന് മുകളിൽ കയറി നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ രണ്ടുപേരും തിരിച്ചു വന്നു. അടിപൊളിയായിരുന്നു. അതിനകത്തൂടെ കുറച്ച് ഇങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി നടക്കാനുണ്ടെങ്കിലും നമ്മൾ ഒത്തിരി നടന്ന് കുറച്ച് ടയേർഡായിരുന്നു. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ട് തോന്നി. പക്ഷേ കുഴപ്പമില്ല, ഒരു ദിവസത്തെ കാര്യമല്ലേ. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ബോട്ടിൽ കയറാൻ നിൽക്കുകയാണ്. ഇത് മറ്റേ റെയിൻ വാട്ടർ സംഭരണി ആ സംഭവമാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ കുറച്ച് പർച്ചേസിങ്ങിനാണ് പോയത്. അങ്ങനെ ഒത്തിരി സാധനങ്ങളൊന്നും ഇല്ല, എനിക്ക് ഉണ്ടായതായിട്ട് തോന്നുന്നില്ല. എന്തോ നോർമലി ബാഗ്, കുറേ ടൈപ്പ് ബാഗ് ഉണ്ട്, അതൊക്കെ തന്നെ. വേറെ അങ്ങനെ ഒത്തിരി സാധനങ്ങൾ, ഈ ചെരുപ്പോ അങ്ങനെയൊന്നും ഞങ്ങൾ കണ്ടില്ല. പിന്നെ ഉള്ളതിൽ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. പിന്നെ കുറേ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു, അതൊക്കെ മേടിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ കുഞ്ഞിന് ചായ മേടിച്ചു കൊടുത്തു. അവൻ ഫുഡൊന്നും കഴിക്കില്ലെങ്കിലും ചായ കുടിക്കാനും വട കഴിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞങ്ങളത് അവന് മേടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ സൂര്യാസ്തമയം കണ്ടു നിന്ന് ഒരിതിൽ ഞാനത് വീഡിയോ വിട്ടുപോയി. വീഡിയോ എടുക്കാൻ എടുത്ത് വെച്ചിരുന്നേ, പക്ഷേ അത് കണ്ട ടൈമിൽ ഞാൻ മൊബൈലിൽ വെച്ചുള്ള ക്യാപ്ചർ ചെയ്യാൻ എനിക്ക് വിട്ടുപോയി. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറച്ച് സാധനങ്ങൾ അവിടെ ഇവിടെ നിന്നൊക്കെ മേടിച്ച് കഴിച്ച്, പിന്നെ സ്വീറ്റ്സൊക്കെ ഞങ്ങൾ മേടിച്ചത് അതിന് ശേഷമാണ്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ചു വന്നു. ഇത് നമ്മുടെ തമിഴ്നാട് പോത്തീസാണ് കേട്ടോ. അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം ഇനിയിപ്പോൾ ദീപാവലിക്ക് വരുമല്ലോ, അവരുടെ മെയിൻ ഫെസ്റ്റിവലല്ലേ, അപ്പോൾ അതിൻ്റെ തിരക്കായിരിക്കും. പിന്നെ ഞങ്ങൾ ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ട്രിവാൻഡ്രത്ത് എത്തി. ഞങ്ങളത് കഴിഞ്ഞാണ് ഫുഡ് കഴിക്കാൻ കയറിയത്. ഞങ്ങൾ ചിക്കൻ മന്തിയാണ് കഴിച്ചത്, ചേട്ടൻ കഴിച്ച ബീഫ് മന്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ കേരള ടു തമിഴ്നാട് വ്ളോഗ്. ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.